ഹായ് ഓൾ. ഞാനിന്ന് വന്നിരിക്കുന്നത് എക്സാം വരികയാണല്ലോ. അപ്പം എക്സാമിന് എങ്ങനെ പാസ്സാവാം എന്നതിലുപരി എക്സാമിന് എങ്ങനെ എക്സംഷൻ സ്കോർ ചെയ്യാം. എക്സംഷൻ സ്കോർ ചെയ്യാനായിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എക്സംഷൻ സ്കോർ ചെയ്യാൻ പറ്റും. പാസ്സാവലൊക്കെ എന്തായാലും ഈസി ആയിട്ട് പാസ്സാവും അല്ലേ, എല്ലാവരും മിടുക്കന്മാരാണ്. സോ സോ അവർ ഒബ്ജക്റ്റീവ് ഇസ് എക്സംഷൻ. എക്സംഷൻ സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. ഏതൊക്കെ എക്സാംസിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, സ്ഥിരമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാവും. ലെറ്റ് സി, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഏതിൽ നിന്നാണ്, നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ ടോട്ടൽ മാർക്സ് എത്രയാ? 100 മാർക്സ് ആണ് നിങ്ങളുടെ ടോട്ടൽ. ഔട്ട് ഓഫ് 100 മാർക്സ് 98 മാർക്സ്, സോറി, 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവും 30 മാർക്സ് MCQ ആണ് അല്ലെ. സോ ഈ 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് 98 മാർക്സിന് ക്വസ്റ്റ്യൻസ് തരും. കറക്റ്റ്. ഔട്ട് ഓഫ് 70 മാർക്സ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ 98 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. അതിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 14 മാർക്കിന് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ബാക്കി 70 മാർക്സ് പ്ലസ് 30 മാർക്സ്, അങ്ങനെയാണ് നിങ്ങളുടെ 100 മാർക്സ് എന്ത് വരുന്നത്, അറ്റംപ്റ്റ് വരുന്നത് അല്ലെ. സോ ഈ 19 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആയോ? സോ ഈ 98 മാർക്സ് എങ്ങനെയാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ലെറ്റ് സി. ഫസ്റ്റ് നിങ്ങൾ നോക്കിയേ, ഇതിൽ നിങ്ങൾ നോക്കിയിട്ട് ഏതായിരിക്കും നിങ്ങൾക്ക് കണ്ടിട്ട് ഏതാണ് കൂടുതൽ തോന്നുന്നത്? ഇതാ കിടക്കുന്ന മെയിൻ ആയിട്ട് അല്ലേ, മാർജിനൽ കോസ്റ്റിംഗ്. സോ ലെറ്റ്സ് റാങ്ക് ഇറ്റ് 1. മാർജിനൽ കോസ്റ്റിംഗ് എത്ര ചോദിച്ചിട്ടുള്ളത് നോക്കി. ഡിസംബർ 28 മാർക്സ്, ജൂൺ 24 28 മാർക്ക്, ഡിസംബർ 24 again 28 മാർക്ക്, ജൂൺ 25 21 മാർക്സ്, ആൻഡ് ഡിസംബർ 25 മോഡൽ നിങ്ങളുടെ ഈ വരുന്ന എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ചോദിച്ചിട്ടുള്ളത്? 14 മാർക്സ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോ ഇതെന്താ, ഇതിന് നമ്മൾ എത്ര ടോപ്പ് പ്രയോറിറ്റി കൊടുക്കണം വേണ്ടേ? നിങ്ങൾക്ക് പാസ് മാർക്ക് എത്രയാ വേണ്ടേ? 40. ലൈക്ക് ഇൻഡിവിജ്വൽ പാസ് മാർക്ക് എത്ര വേണ്ടേ? 40. അതിൽ 28 മാർക്സ് ഈ ഒറ്റ ചാപ്റ്റർ കേട്ടോ, മാതൽ കോസ്റ്റിംഗ്. സിമ്പിൾ ആണോ ഈ ചാപ്റ്റർ? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചാണല്ലേ. സിമ്പിൾ ആണോ ഈ ചാപ്റ്റർ? നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പഠിക്കുമ്പോൾ കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ടല്ലോ, അതിൽ മാതൽ കോസ്റ്റിംഗ് ഉണ്ട്. അത്രയേ ഉള്ളൂ മാനേജ്മെന്റ് അക്കൗണ്ടിൽ മാതൽ കോസ്റ്റിംഗ് അല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട് അല്ലെ. CVP അനാലിസിസ് ഉണ്ട്, ഷട്ട് ഡൗൺ പോയിന്റ്സ് അനലൈസ് ചെയ്യാനുണ്ട്, മേക്ക് ഓർ ബൈ ഡിസിഷൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ ഏത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഞാൻ ആൻസർ ചെയ്യാൻ പറയത്തില്ല. നിങ്ങൾ ആ മാതൃ കോസ്റ്റിംഗിൽ ഒരു സബ് ചാപ്റ്റർ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. എല്ലാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യണം, എല്ലാ കൺസെപ്റ്റും തറോ ആക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ. ക്ലിയർ ആയോ? ദോസ് ഹു ആർ അറ്റംപ്റ്റിംഗ് ബോത്ത് ഗ്രൂപ്പ്സ് ഐ ഗിവ് യു ബോണസ്. എന്താ ബോണസ്? ഇഫ് യു സ്റ്റഡി മാതൃ കോസ്റ്റിംഗില് എല്ലാ തവണയും 14 മാർക്കിന് മാതൃ കോസ്റ്റിംഗിന് ചോദ്യം വരാറുണ്ട് കോസ്റ്റിംഗിൽ. സോ ഇഫ് യു ആർ റൈറ്റിംഗ് ബോത്ത് ഗ്രൂപ്പ്സ്, നെവർ സ്കിപ്പ് ദിസ് ചാപ്റ്റർ. നിങ്ങൾ മര്യാദയ്ക്ക് മാർജിൻ കോസ്റ്റിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ആവറേജ് യു വിൽ ഗെറ്റ് 28 മാർക്സ്. കറക്റ്റ്. 28 മാർക്കായി. 28 മാർക്ക് ഒരൊറ്റ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ വലിപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങും എല്ലാ ടൈപ്പ് ഓഫ് അനാലിസിസും പഠിച്ചിട്ട് പോവാ. ഒരു കാരണവശാലും മാർജിനൽ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് എന്താ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഏതിനാ? ലെറ്റ്സ് സി. ബഡ്ജറ്റിംഗ്. എങ്ങനെ ചോദിച്ചിട്ടുള്ളത് നോക്കിയേ. 21 മാർക്സ് ഡിസംബർ 23 വെച്ചിട്ടുണ്ട്, ജൂൺ 24 21, ഡിസംബർ 24 ഒന്ന് കുറച്ച് പിടിച്ചു 7 മാർക്സ്, ജൂൺ 25 കഴിഞ്ഞ എക്സാമിന് 28 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ടൈം ദേ ഹാവ് ആസ്ക്ഡ് ഇൻ മോഡൽ എക്സാം 14 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കിടപ്പുണ്ടാവും. ക്ലിയർ ആയോ? മനസ്സിലായോ? സോ ഇതിന്നും നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 21 ഒക്കെ പിടിച്ചൂടെ? ലെറ്റ്സ് സേ 21 മാർക്സ്. ജസ്റ്റ് ചുമ്മാ ഒരു ആവറേജ് എടുക്കുന്നതാണ്. 21 മാർക്സ്. സോ നോക്കി, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് മാത്രം നമുക്ക് എത്രയായി? 28 പ്ലസ് 21, ദാറ്റ്സ് 49. പാസ് മാർക്ക് കഴിഞ്ഞു.
പാസ് മാർക്ക് എത്രയാ നമുക്ക് വേണ്ടത്? 40 മാർക്കാണ്. ഇപ്പൊ നിങ്ങളുടെ മാർക്ക് എത്രയാ? ഇപ്പൊ നിങ്ങളുടെ മാർക്ക് എത്രയാ? 49. ഈ രണ്ട് ചാപ്റ്ററിൽ നിന്ന് മാത്രം ഓൺ ആൻ ആവറേജ് നമുക്ക് എങ്ങനെ പോയാലും എബോവ് പാസ്, ഇൻഡിവിജ്വൽ പാസിനുള്ള മാർക്കിന് മേലെ എന്തായാലും കിട്ടും. സോ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാൻ പാടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ഇനി ബഡ്ജറ്റിംഗ് പഠിക്കുമ്പോൾ സാറേ ഏത് ബഡ്ജറ്റാ പഠിക്കേണ്ടത്? എല്ലാം പഠിക്കണം. എല്ലാ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് പഠിക്കണം. ആ ഒരു എക്സാമിന് പല ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ചോദിക്കുന്നുണ്ട്. സെയിൽസ് ബഡ്ജറ്റ് ആയിരിക്കാം, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആയിരിക്കാം, ആം, അല്ലെങ്കിൽ നമ്മൾ അതിൽ പഠിക്കുന്ന എല്ലാ ടൈപ്പ് ഓഫ് ബഡ്ജറ്റും എക്സാമിന് ചോദിക്കുന്നുണ്ട്. ലേബർ ബഡ്ജറ്റ് ആയിരിക്കാം, മെറ്റീരിയൽ ബഡ്ജറ്റ് ആയിരിക്കാം. സോ ഒരു ബഡ്ജറ്റും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്ത്. ഏതിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഏതിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ. സോ എല്ലാം ലിങ്ക്ഡ് ആയിട്ട് പഠിച്ചു പഠിച്ചു പോവുക. നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കുക. കാരണം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് എല്ലാത്തിന്റെയും കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. സോ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണ്? മാർജിനൽ കോസ്റ്റിംഗും ബഡ്ജറ്റിങ്ങും. ബഡ്ജറ്റിംഗിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഈ December 25 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. ദേ മേ ആസ്ക്, ചിലപ്പം സെയിം ക്വസ്റ്റ്യൻ വിത്ത് സ്മോൾ ചേഞ്ച് ഇൻ ഫിഗേഴ്സ്, ചെറിയ എമൗണ്ട് മാത്രം മാറ്റിയിട്ട് നിങ്ങൾക്ക് തന്നേക്കാം. സോ അങ്ങനെ വരുന്ന സിനാരിയോയിൽ നിങ്ങൾക്ക് നഷ്ടബോധം വരും അല്ലെ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അല്ലെ. അയ്യോ ഇത് ഞാൻ കണ്ടതായിരുന്നു, ആൻസർ നോക്കിയില്ല. അതിന് നിൽക്കണ്ട. നിങ്ങൾ എക്സാമിന് കയറിനേക്കാളും മുമ്പ് എന്തായാലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു തവണ വർക്ക്ഔട്ട് ചെയ്തിട്ട് കയറാം. Okay, so we already reached a target of 49. What is our target? Exemption, right? Okay, let's move on. അടുത്തത് എന്തായിരിക്കും? അടുത്തത് ഏത് ചാപ്റ്റർ ആയിരിക്കും? നോക്കിക്കേ, വില്ലന്മാര് തന്നെ അല്ലേ. തേർഡ് മാർക്ക്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. How did they ask? 7 marks, 7 marks. And December they are done for 20. And June 25 they are saying they are going to ask for 7 marks. Now December 25 model question paper, they need 14 marks. 14 മാർക്സിനാണ് അവര് നിങ്ങളുടെ അടുത്ത് നിന്ന് ചോദിക്കും. നിങ്ങൾക്ക് 14 മാർക്ക് വേണമെങ്കിൽ യു ഹാവ് ടു ഡു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. സോ നെവർ സ്കിപ്പ്, റൈറ്റ്? ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് സ്കിപ്പ് ചെയ്യരുത്. എന്തുകൊണ്ടാ? ഇവര് മോഡല് 14 തന്നിട്ടേ ചിലപ്പോ എക്സാമിന് എത്ര ചോദിക്കാം? 21 ചോദിക്കാം. സോ മുമ്പത്തെ 3 അറ്റംപ്റ്റിൽ 7 മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ 14, അതിന് മുമ്പത്തിൽ 21 വരെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തവണ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 14 ആണ്. സോ നമുക്ക് കൃത്യമായിട്ട് ആ പാറ്റേൺ അങ്ങോട്ട് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. സോ ഓൺ എ സേഫർ സൈഡ് ലെറ്റ്സ് ടേക്ക് എ 14. 14 മാർക്ക്, 14 മാർക്ക് ചോദിച്ചേക്കാം അല്ലെ. സോ 14 മാർക്ക്. ഇപ്പൊ ഈ 3 ചാപ്റ്റർ ഒന്ന് ആഡ് ചെയ്തേ. നമ്മുടെ കണക്ക് പ്രകാരം എത്രയായി? 28, 21. സോ 49 പ്ലസ് 14. അപ്പൊ എത്ര വരും നമുക്ക്? 63. Exemption is done. Exemption 3 ചാപ്റ്ററിന് എക്സെപ്ഷനോ? Is it possible? It could be possible. നിങ്ങളുടെ സൈഡിൽ ഭാഗ്യമുണ്ടെങ്കിൽ ആൻഡ് യു ഹാവ് ക്ലിയർലി ലേൺ ഓൾ ദ കൺസെപ്റ്റ്സ്, നിങ്ങളുടെ എല്ലാ കൺസെപ്റ്റിലും 100% ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ 3 ചാപ്റ്ററിൽ നിന്ന് മാത്രം എക്സെപ്ഷൻ മേടിക്കാൻ പറ്റും. എക്സെപ്ഷൻ, കറക്റ്റ്. ആൻഡ് അഗെയിൻ ദോസ് ഹു ആർ റൈറ്റിംഗ് ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുന്ന ആൾക്കാരോടും കൂടെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഈ 3 ചാപ്റ്ററിൽ നിന്ന് മാത്രം എല്ലാ തവണയും കോസ്റ്റിംഗില് ദേ യൂസ് ടു ആസ്ക് 29 മാർക്സ്, 29 മാർക്ക്. സോ ഇഫ് യു ആർ റൈറ്റിംഗ് ബോത്ത് ഗ്രൂപ്പ്സ്, നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ്സ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നെവർ സ്കിപ്പ് ദീസ് ചാപ്റ്റേഴ്സ്. നിങ്ങളുടെ 2 സബ്ജക്ട് ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോരും, ഈസി ആയിട്ട്. ഓക്കെ. ആൻഡ് ഹിയർ ഇൻ മാർജിനൽ കോസ്റ്റിംഗ് യു വിൽ ഗെറ്റ് എക്സെപ്ഷൻ. നൗ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ എന്താ പഠിക്കാനുള്ളത്? എന്തൊക്കെയായിരിക്കും ചോദിക്കുക? എന്ത് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലെ. മെറ്റീരിയൽ, ലേബർ വാരിയൻസ്, റൈറ്റ്, വേരിയബിൾ കോസ്റ്റ് വാരിയൻസ്, ഫിക്സഡ് കോസ്റ്റ് വാരിയൻസ്, സെയിൽസ് വാരിയൻസസ്, ഓൾ ദീസ് തിങ്സ് വി ഹാവ് ലേൺഡ്. എനിത്തിങ് മേ ബി ആസ്ക്ഡ്. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 7 മാർക്ക്, 7+7 ആയിരിക്കാം. മേ ബി ദ ലാസ്റ്റ് വൺ സിംഗിൾ ക്വസ്റ്റ്യൻ 14 മാർക്സ്, വെരി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓർ മേ ബി 14+7. ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. സോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇഫ് പോസിബിൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ബട്ട് എനിക്കറിയാം കുറെ ആൾക്കാർക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുള്ള
ഫോർമുലാസ് ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ കൺസെപ്ച്വലി ആണ് എല്ലാം പഠിച്ചത് അല്ലെ. കൺസെപ്ച്വലി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു പഠിച്ചു. മേ ബി നോട്ട് മേ ബി എക്സാക്ട്ലി ആസ് ടെക്സ്റ്റ് ബുക്ക്, ബട്ട് വി റീച്ച്ഡ് ദ ആൻസർ, റൈറ്റ്? ബിക്കോസ് എന്തുകൊണ്ടാ, നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. സോ അതേ കൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾ എക്സാമിന് പോയാൽ ഡെഫിനറ്റ്ലി യു വിൽ ക്രാക്ക് ഇറ്റ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. ഈ 3 ചാപ്റ്ററിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് എക്സംഷൻ മേടിക്കാനായിട്ട് പറ്റും. നൗ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ എങ്ങനെ നോക്കണമെന്ന് അറിയോ? സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ്, സ്ഥിരമായിട്ട് എല്ലാ അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഡിസിഷൻ തിയറി. എവറി ടൈം ദേ ലാസ്റ്റ് ദിൽ ഗിവ് യു ടു ഓപ്ഷൻസ് ലൈക്ക് ഇതിങ്ങനെയാണെങ്കിൽ അങ്ങനെയായിരിക്കും, അതായിരിക്കും. ദെൻ നിങ്ങളോട് എക്സ്പെക്ടഡ് NPV അറൈവ് ചെയ്യാനായിട്ട് പറയാം. ഈസിയാണ് അല്ലെ? നമ്മൾ ക്ലാസ്സിൽ ചാർട്ട് ഒക്കെ വരച്ച് പഠിച്ചതാണ്. എന്താണ് എക്സ്പെക്ടഡ് NPV, ഓരോ പോസിബിലിറ്റി ഇൻറ്റു അതിന്റെ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും. കറക്റ്റ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് പഠിച്ചാണ്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഐ ബിലീവ് ഇസ് ഡിസിഷൻ തിയറി. ഓക്കെ, സോ ഡോണ്ട് സ്കിപ്പ് ദാറ്റ്. സോ ലെറ്റ്സ് ആഡ് സിമ്പിൾ ചാപ്റ്റർ, 7 മാർക്സ് 70 ഡൺ. ഈ 70 മാർക്ക് നിങ്ങൾ എഴുതി അറിയാണ്ട് പറയാൻ തെറ്റിയ പോലെ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. Still we have few other chapters, so I'll rank this as 4. Responsibility accounting, they'll ask a theory. Every time they have asked a theory. തിയറി ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തിയറി ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കി കാണാം. 2 പ്രോബ്ലം ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് 2 തിയറി ചാപ്റ്റേഴ്സ് നോക്കാവുന്നതാണ്. ഒന്ന് എന്താ? MA ഇൻട്രൊഡക്ഷൻ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. അതിൽ നിന്ന് എല്ലാ തവണ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ്. അതുപോലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ നിന്നും 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ ടോട്ടൽ 40. ഈ 2 ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 40 മാർക്സ്. തിയറി ആണ്, തിയറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 40 മാർക്സ് സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടും അല്ലെ. സോ ഐ ഗോ ഫോർ 5th ഓപ്ഷൻ. ഞാൻ രണ്ടും ഒരുമിച്ച് റാങ്ക് ചെയ്യും, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആൻഡ് MA. 14 മാർക്ക്. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മാർജിനൽ ക്വസ്റ്റ്യങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ കിളി പോയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിയറി തെറ്റില്ലല്ലോ. തിയറിയിൽ അവർക്ക് എന്തോരം കോംപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ഈ 2 തിയറി ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കുക. ഓക്കെ, നൗ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ഡിസിഷൻ തിയറി, MA ഇൻട്രൊഡക്ഷൻ. സോ ഈ ചാപ്റ്റേഴ്സ് നിന്നാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് വി ഹാവ് വൺ മോർ ചാപ്റ്റർ. എവറി ടൈം ദേ ഹാവ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ, എക്കണോമിക് വാല്യൂ ആഡഡ്. എന്താണ് എക്കണോമിക് വാല്യൂ ആഡഡ്? അതിൽ നിന്നൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഈ എക്സാംഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ, ബിക്കോസ് ഞാൻ ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു അല്ലെ. മാർജിനൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പൊ തന്നെ നമുക്ക് 63 ദെൻ ഡിസിഷൻ തിയറിയും കൂടെ ആഡ് ചെയ്ത് 70. ഈ 2 തിയറിയും കൂടെ ആഡ് ചെയ്ത് എത്രയായി? 84. ഈസിയില് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഐ വോണ്ട് ഡിസ്കസ് അബൌട്ട് എക്സംഷൻ ഇനി പറഞ്ഞു. ഞാൻ എക്സംഷൻ മേടിക്കാനുള്ള വഴി നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇഫ് ലേണിംഗ് എക്കണോമിക് വാല്യൂ ആഡഡ് എന്ന 7 മാർക്സ് വരും. ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററിൽ ഒന്നാണ് അല്ലെ എക്കണോമിക് വാല്യൂ ആഡഡ്. എക്കണോമിക് വാല്യൂ ആഡഡ് വളരെ സിമ്പിൾ കമ്പ്യൂട്ടേഷൻസ് ആണ്, കുറച്ച് ഫോർമുലാസേ ഉള്ളൂ ആൻഡ് ക്യാൻ ബി ഈസിലി ഡൺ. കറക്റ്റ്, ഫൈൻ. So let's rank it 6. I already done that. Rank number 6 അല്ല. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have ABC costing. ABC costing എന്തുകൊണ്ടാണ് ഞാൻ ഇനീഷ്യലി റാങ്ക് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ലെങ്തി. എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. പക്ഷെ ചെയ്തു വരുമ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം അല്ലെ, അത് എഴുതി വരച്ച് ചെയ്തു വരുമ്പോൾ. സോ സ്റ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, എവറി എക്സാം ദേ ഹാവ് ആസ്ക്ഡ്. എല്ലാ എക്സാമിനും 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇഫ് പരമാവധി അതെന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാണ്ട് പോവാം. പരമാവധി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാണ്ട് എക്സാം അറ്റംപ്റ്റ് ചെയ്യണം. Okay, now we have few other chapters. Let's say learning curve, 3 times asked. 3 തവണ ചോദിച്ചിട്ടുണ്ട് 7 മാർക്കിന്റെ. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ. ലേണിംഗ് കർവിൽ പല ടൈപ്പ് ഓഫ് പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിൾ പ്രോബ്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലോഗരിതം വെച്ചിട്ട് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം, ഞാൻ അതിന് നിങ്ങൾക്ക് ലോഗരിതത്തിന്റെ ബേസിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ യെസ്, അത് പഠിച്ചിട്ട് പോവാ ഇഫ് പോസിബിൾ. ആൻഡ് ബാലൻസ്ഡ് സ്കോർ കാർഡ് 2 തവണ തിയറി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ divisional performance measurement. This time they have asked a 14 marks question, December 25 model question. So ആ ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിച്ചിട്ട് പോകണം മക്കളെ. വേറെ ഒന്നുമല്ല, ഐ ഹാവ് എ ഗട്ട് ഫീലിംഗ് ദേ മേ ആസ്ക്.
ഫീലിംഗ് മാത്രമാണ്. ഐ ക്യാൻ നെവർ ഗിവ് യു 100%. എന്താണ് നമ്മൾ ഓഡിറ്റിന് ചെയ്യുന്ന പറഞ്ഞ പോലെ ഐ ക്യാൻ നോട്ട് ഗിവ് 100% അഷുറൻസ്. ഇറ്റ്സ് എ റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞ പോലെ മേ ബി ദേ വിൽ ആസ്ക്, ബട്ട് നെവർ സ്കിപ്പ് ഇറ്റ്. നിങ്ങൾക്ക് അധികം സമയമൊന്നും കൊടുക്കില്ല അല്ലെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാൻ. സോ അതെന്തായാലും ചെയ്തു നോക്കാം, അത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സോ നൗ സോ നിങ്ങൾ again I'll repeat, how will you score exemption? How will you score exemption? Let's say marginal costing ഞാൻ നേരത്തെ 28 ആട്ടെ, let's go with 21. Budgeting, again let's go with 21. Okay, ഞാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എടുക്കുന്നില്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അവിടെ നിൽക്കട്ടെ, ടഫ് ആണല്ലോ. മാർജിനൽ കോസ്റ്റിംഗും ബഡ്ജറ്റിംഗും ആരും ടഫാന്ന് പറയുമല്ലോ, അവിടെ നിൽക്കട്ടെ. ഓക്കെ, നൗ നെക്സ്റ്റ് തിങ് യു ക്യാൻ ഡു. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്താ, 2 തിയറി ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. 14 മാർക്സ് ആയി. ദെൻ ഇനി എളുപ്പത്തില് സമയം അധികം കൺസ്യൂം ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഏതാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ്, ബാലൻസ്ഡ് എക്കണോമിക് വാല്യൂ ആഡ്. അധികം സമയം എടുക്കാറില്ല അല്ലെ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 7 മാർക്സ് കറക്റ്റ്. നൗ ഡിസിഷൻ തിയറി, അതും അധികം നമുക്ക് സമയം എടുക്കത്തില്ല അല്ലെ. ഡിസിഷൻ തിയറി 7 മാർക്സ്. എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ 21 + 21 42 കറക്റ്റ്, പ്ലസ് 14 56 plus 40, that comes to 70. How many chapters? 1 2 3 4 5 6 6 chapters, 70 marks excluding standard costing. ഇവരെ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 6 chapters you can score 70 marks if this pattern is going to repeat. Correct? സോ ഇതിനർത്ഥം ഈ 6 ചാപ്റ്റർ മാത്രം പഠിക്കണം എന്നല്ല കേട്ടോ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റൂ. ആൻഡ് ഇഫ് യു ആർ ഒട്ടും സമയമില്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ you may use this strategy. It's completely up to you, but I'm pointing out something that this has been happening over the last few exams. Okay, so that's it. This is how you can easily score an exemption. സോ ഈ ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കുക. ആൻഡ് ഐ ഓൾവേസ് എംഫസൈസ്, December 25 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റനും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിച്ചിട്ട് പോകണം. സോ ഓൾ ദ ബെസ്റ്റ് എവരിവൺ. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.